എനിക്ക് എൻ്റെ പങ്കാളിയെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അവരാരുടെയും കൂടെ പോകും. അതിനെന്താ വേണ്ടേ? തൃപ്തിപ്പെടുത്തണം. അതിനെന്താ വേണ്ടേ? ഉത്തേജനം. അതിനെന്താ വേണ്ടേ? മയക്കുമരുന്നുകൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം അതിഭീകരമായ രീതിയിൽ, കുട്ടികളുടെ എണ്ണം, ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുതുലഹരിയുടെ പുതുവഴികളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള വഴികളൊക്കെ ഞാൻ വിടുകയാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പല രീതിയിലും നമ്മുടെ കുട്ടികളെ പ്രലോഭിപ്പിക്കാനും ഒക്കെ തന്നെ പണം കൊടുത്തുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഞങ്ങളോട് എന്തെങ്കിലും എൻ്റെ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചൊരു 10-30 വയസ്സിൻ്റെ മുകളിലേക്കുള്ള ആളുകളോട് നമ്മൾ ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു സംശയം കൂടാതെ ഞാൻ പറയും എൻ്റെ സൗഹൃദങ്ങളാണ് എൻ്റെ ശക്തിയെന്ന്. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പോയിട്ട് കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ ഗതികേടാണ്, അങ്ങനെ പറയിപ്പിക്കുന്നത് ഞങ്ങളുടെ അനുഭവങ്ങളാണ്. അതാണ് സത്യം. ഒരിക്കലൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങോട്ട് 2 ക്ലാസ് വേണം. അവിടെ വലിയ ഹാളൊക്കെ ഉള്ള സ്കൂളാണ്, കുട്ടികൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളോട് ചോദിച്ചു, അല്ല മാഷേ നമുക്ക് വലിയ ഹാളൊക്കെ ഉള്ളതല്ലേ, ഒറ്റ ക്ലാസ് പോരെ ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറും എല്ലാ കുട്ടികൾക്കും കൂടി? ആ സാർ അതങ്ങനെ തന്നെയുള്ളൂ, ഒറ്റ ക്ലാസ് തന്നെയാണ് എല്ലാവർക്കും കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, 2ാമത്തെ ക്ലാസ് എടുക്കാം? അത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് മാത്രമാണ് സാർ. ഞാൻ ചോദിച്ചാൽ എന്താ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് എന്ത് ക്ലാസ്? ഞാൻ പറഞ്ഞു, നിങ്ങളുള്ള കാര്യം പറയും മാഷേ. സാറേ ഇന്നലെ ഇവിടെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് 2 പാക്കറ്റ് ഹാൻഡ്സ് കിട്ടി. അപ്പോൾ പിന്നെ ഞാനത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി. എന്തിനാ അച്ഛനെ വിളിച്ചു വരുത്തണമെന്ന് അറിയോ? ടീച്ചർമാർക്ക് പേടിയാണ് ഇപ്പം നമ്മുടെ മക്കളോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ. കാരണം എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയണമല്ലോ, നിങ്ങളെ മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ അത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. കാരണം ഞാൻ അവൻ്റെ അച്ഛനാണ്, ഞാൻ അവൻ്റെ അമ്മയാണ്, അവനങ്ങനെ ചെയ്യില്ല. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിടക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടീച്ചർ ആഗ്രഹിക്കുമോ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടി മോശമാണ് എന്ന് അവൻ്റെ രക്ഷിതാവിനോട് പോലും പറയാൻ ഒരു ടീച്ചറും ആഗ്രഹിക്കില്ല. പക്ഷെ അത് മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും നമ്മൾ രക്ഷിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നു. കാരണം നമുക്ക് അത്രയും വിശ്വാസമാണ് നമ്മുടെ മക്കളെ. ആ ഒരു വിശ്വാസമാണ് പല കുട്ടികളും മുതലെടുക്കുന്നതും എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പൾ നേരെ ഇവൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി. കുട്ടീനോടൊരു കാമാന്നൊരു അച്ഛൻ ചോദിച്ചില്ല. ഇവനോട് അവിടെ സൈഡിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അച്ഛൻ വന്നതിന് ശേഷമാണ് ഈ അച്ഛനും പ്രിൻസിപ്പളും കൂടി കാര്യങ്ങൾ ചോദിച്ചു. ഇവൻ ആദ്യം തന്നെ പറഞ്ഞു, സാറേ ഇത് എൻ്റെ അടുത്ത് മാത്രമൊന്നുമല്ല, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരെടുത്തിട്ടുണ്ട്. വിശദമായിട്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളിന്ന് 4 പേര് കൂടി ചേർന്നിട്ടാണ് 10 പാക്കറ്റ് സാധനം വാങ്ങിയത് സാർ. അതൊരാൾ കൊണ്ടുവന്നാണ്, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ കയ്യിൽ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ടീച്ചർ പിടിച്ചു. ബാക്കിയുള്ള 3 കുട്ടികൾ ഇന്ന ആൾക്കാരൊക്കെയാണ്. അവൻ്റെ ക്ലാസ്സിൽ തന്നെ 3 കുട്ടികളെ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോൾ പിന്നെ പ്രിൻസിപ്പൾ നേരെ PTA പ്രസിഡന്റിനെ വിളിച്ചു. അയാൾ തൊട്ടടുത്തൊരു കട നടത്തുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു 2-3 പാരൻസിനെയും കൂട്ടി ഒന്നും ഇങ്ങോട്ട് വരും, നമുക്ക് കുട്ടികളുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാഗൊന്നും പരിശോധിക്കാൻ പാടില്ല എന്നൊക്കെ നിയമമൊക്കെ ഉണ്ടെന്ന് പറയണം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. എന്നാലും PTA കമ്മിറ്റി ആണല്ലോ എന്നുള്ള രീതിയിലാണ്. ഒന്നും പ്രശ്നമില്ലാണ്ട് PTA പ്രസിഡന്റ് 2-3 ആൾക്കാരെയും കൂട്ടി വന്നു. സ്റ്റാഫ് റൂമിൽ 1-2 ടീച്ചേഴ്സും ക്ലാസ് ടീച്ചറും എല്ലാവരും കൂടി ക്ലാസ്സിലേക്ക് അങ്ങ് ചെന്നു. ആദ്യം ഈ പയ്യൻ പറഞ്ഞ 3 പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചു. അവരുടെ കീശയും ബാഗും ഒക്കെ തപ്പി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ക്ലാസ് ടീച്ചർ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇത്ര ആളുള്ളതല്ലേ, മൊത്തം കുട്ടികളുടെ ബാഗ് പരിശോധിച്ചു. 2 പെൺകുട്ടികളുടെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് 8 പാക്കറ്റ് ഹാൻഡ്സ് കിട്ടി. നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല സാറേ. നിങ്ങളതാണോ? അല്ല സാറേ. ഇത് പിന്നെ ആരതാ? നേരത്തെ ആ പയ്യൻ പറഞ്ഞ 3 ആൺകുട്ടികളുടെ അതേ പേര് ഈ പെൺകുട്ടികളും പറഞ്ഞു, അത് ഇന്ന ആൾക്കാരതാ സാറേ. നിങ്ങളെന്തായാലും ഇത് ഉപയോഗിക്കണില്ല, ഇത് നിങ്ങളുടെ തൊട്ടല്ലാനും പിന്നെ എന്തിനാ ഇത് വാങ്ങി ബാഗിൽ വെച്ചേ? കുട്ടികളുടെ മറുപടി ഒരേ സ്വരത്തിൽ വളരെ സിമ്പിളായിരുന്നു. അത് പിന്നെ സാറേ അവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് സാറേ. അപ്പോൾ പിന്നെ സത്യത്തിൽ ആരാണ് ഫ്രണ്ട്? എന്താണ് സൗഹൃദം? മക്കളോടാണ് എൻ്റെ ചോദ്യം. നമുക്ക് തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരാളെ, നമുക്ക് ലഹരി വസ്തുക്കൾ ടീച്ചേഴ്സും പാരൻസും ഒന്നും അറിയാതെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ കൊണ്ടുതരുന്ന ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളിൽ നമ്മളെ തിരുത്താത്ത ഒരാളെ നമ്മൾ എങ്ങനെ നമ്മുടെ സുഹൃത്ത് എന്ന് പറയുമെന്നുള്ളത്, നമ്മുടെ സുഹൃത്ത് എന്ന് പറയുമെന്നുള്ളതാണ് കാര്യം. അവനെൻ്റെ ചങ്കാണ്, അവനെൻ്റെ ബെസ്റ്റിയാണ് എന്നൊക്കെ വാക്കുകൾ ഇഷ്ടം പോലെ, കുറവൊന്നുമില്ല, ഇഷ്ടം പോലെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വാക്ക് എന്തായാലും ഒരു സുഹൃത്ത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായിട്ടൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദയവ് ചെയ്ത് നല്ലൊരു സുഹൃത്താകാൻ ശ്രമിക്കുക എന്ന്. കാരണം നല്ലൊരു സുഹൃത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയില്ല, നിങ്ങളുടെ കൂട്ടുകാരെ ഇത് ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും. ഇനി അതുപോലെ തന്നെയാണ്
പ്രണയം വലിയൊരു വിഷയമാണെന്ന് കുട്ടികളുടെ ഇടയിൽ. ഒരു പെൺകുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവളോട് ചോദിക്കുകയാണെങ്കിൽ അവളപ്പോൾ പറയും ഒരു ആൺകുട്ടിയുടെ പേരാ പറയും, ഇന്ന ആളാണ് തന്നെ. അതാരാണ്? അതാ നോക്കി വരുമ്പോൾ അവളുടെ ലവറായിരിക്കും. ഇഷ്ടം പോലെ. ഒരിക്കൽ ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ എവിടെയാണ് സ്ഥലം? നോക്കുമ്പോൾ കരിങ്കല്ലത്താണിയാണ്, പെരിന്തൽമണ്ണ അപ്പുറത്ത്, പാലക്കാട് ബോർഡറിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ പരപ്പനങ്ങാടിയാണ്, ഇത്രയും ദൂരമുണ്ട്, നല്ല 10-70 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്ക് നിങ്ങൾ കാര്യം പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഓഫീസിൽ വിളിച്ചിട്ട് വേണ്ട സഹായം ചെയ്തു തരാനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങൾ കാര്യം പറ. ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല സാറേ. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? സാർ അത് എൻ്റെ മോളായിട്ടൊരു വിഷയമാണ്, സാറിനെ നേരിട്ട് കാണണം. ഞാൻ പരപ്പനാടി വന്നോളൂ സാർ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എന്തായാലും കാണണം. അവരെന്നെ വിളിച്ചത് എന്നെ പരിചയമുണ്ടായിട്ട് വിളിച്ചതൊന്നുമല്ല. അവരെന്നെ വിളിച്ചത് അവിടെ ഓഫീസിൽ വിളിച്ചപ്പോൾ വിമുക്തി മിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് മാത്രം എന്നെ വിളിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെന്തായാലും പരപ്പനങ്ങാടിയിട്ടും വരണ്ട, ഞാൻ എന്തായാലും മലപ്പുറം വരുന്നുണ്ട് മറ്റന്നാൾ, ഞങ്ങളുടെ ഡെപ്യൂട്ടി കമ്മീഷൻ ഓഫീസിൽ വരുന്നുണ്ട്, നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കാണാം. ആ അമ്മ മലപ്പുറത്ത് ഞങ്ങളുടെ ഡെപ്യൂട്ടി കമ്മീഷൻ ഓഫീസിലേക്ക് അവിടെ വന്നു മറ്റന്നാൾ 2-ാം ദിവസം. ഞാൻ അവിടെ ചെന്ന്, ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ്. അവിടെ നമ്മുടെ പാറാവൂട്ടിക്കാരൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഞാനിങ്ങനെ അയാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മ കയറി വരുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ അമ്മയാണ് എന്നുള്ളത്. കാരണം കണ്ണുമൂറൊക്കെ ഇങ്ങനെ കരഞ്ഞ് തുടുത്തിങ്ങനെ നിൽക്കുകയാണ്, കണ്ണിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നൊക്കെ ഉണ്ട്. അത്രയും സങ്കടമുണ്ട് അമ്മയ്ക്ക്. എൻ്റെ നേരെ മുന്നിൽ വന്നിട്ട്, അവർക്ക് എന്നെ അറിയൊന്നുമില്ലല്ലോ, എൻ്റെ മുന്നിൽ വന്നിട്ടാണ് അവർ ഫോൺ എടുത്തിട്ട് എന്നെ വിളിക്കണേ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാൻ ഈ ഫോൺ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചപ്പോൾ ആ സാറേ ഞാനാണെന്ന് പറഞ്ഞു. ഓക്കെ. സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ തന്നെ ഇതിൻ്റെ ഓഫീസിൻ്റെ അവിടെ കയറി ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അമ്മേനോട് ചോദിച്ചു എന്താ പ്രശ്നം? സാറേ മകള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു മകൾക്ക് എത്ര വയസ്സായി? സാറേ 18 വയസ്സ്, സ്കൂൾ ഇപ്പം +2 കഴിഞ്ഞതാണ്. 18 എന്നല്ല, +2 കഴിഞ്ഞതാണെന്നാണ് അമ്മ പറഞ്ഞത്. +2 കഴിഞ്ഞതാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? സാറേ അത് ഉറപ്പാണ് സാറേ, ഞാൻ കണ്ടതാണ്, ഞാൻ അതിൽ സംശയമൊന്നും വേണ്ട, അത്രയും ഉറപ്പാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. എന്താ ഇപ്പം നിലവിലുള്ള പ്രശ്നം? ഉപദ്രവം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ളെങ്കിൽ സാറേ ഞങ്ങളെ അങ്ങോട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നൊന്നുമില്ല, എന്നാലും ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താ? സാറേ ഏതെങ്കിലും സമയത്തൊക്കെയാണ് സാറേ വീട്ടിൽ വരികയും പോവുകയൊക്കെ ചെയ്യാം. ഞാൻ ചോദിച്ചാൽ ഏതെങ്കിലും സമയത്ത് എന്ന് പറഞ്ഞാൽ സാറേ രാത്രി 7 മണിക്ക് 8 മണിക്കൊക്കെ ഇടയ്ക്ക് വരും, ഇടയ്ക്ക് അപ്പോൾ ഇറങ്ങിപ്പോവും. ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ചു നിങ്ങളെ മോള് തന്നെയല്ലേ എന്നാ. കാരണം ആൺകുട്ടികൾ പോകുന്ന വിഷയങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോണ കാര്യം ഞാൻ അപ്പോഴാണ് കേട്ടത്, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് പോണ്ടാന്ന് പറഞ്ഞൂടെ? സാറേ പോണ്ടാന്നൊക്കെ പറയുന്നതാ സാറേ, പോണ്ടാന്നൊക്കെ പറയലുണ്ട്. പക്ഷേ കത്തിയും ബ്ലേഡൊക്കെ ആയിട്ടാണ് വരിക, എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ചാവും. എൻ്റെ കുട്ടി എൻ്റെ കണ്ണു മുന്നിൽ കിടന്ന് ചാവണേനേക്കാളും നല്ലതല്ലേ സാറേ അവൾ എവിടെയെങ്കിലും പോയിക്കോട്ടെ നിൽക്കണത്. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യും? സാറേ ഞാനും ഓളച്ഛനും കൂടി അവളെ പിന്നാലെ പോകും സാറേ. രാത്രി സ്വന്തം മകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ ഇറങ്ങി നടക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ അച്ഛൻ്റെയും ഗതികേട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായതാണ്, കാരണം അമ്മയുടെ കണ്ണുനീര് അങ്ങനെയായിരുന്നു. എന്നാലും ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞിട്ട്. സത്യം പറയാമല്ലോ, ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അമ്മ കള്ളം പറയുകയാണോ എന്നാണ്. അത്രയ്ക്കും നല്ലൊരു കുട്ടി, പെരുമാറ്റമാണെങ്കിലും സ്വഭാവമാണെങ്കിലും ഒക്കെ. ഞാനോട് കയറി ചെന്നപ്പോൾ എന്നൊരു പരിചയമില്ല. എന്നോട് ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എക്സസൈസിനാണ്, ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആ സാറേ കയറിയിരിക്കും സാറേ, ഇരുത്തി ചായ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. കുട്ടി ചായ അടിക്കാനൊക്കെ ഭയങ്കര പെരുമാറ്റം, അത്രയും കാണാനാണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു മോള്. എനിക്കിങ്ങനെ സംശയമായി, എങ്ങനെയപ്പോൾ ഞാനിപ്പോൾ ഇവളോട് ഈ കാര്യം ചോദിക്കുക? നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബന്ധമില്ലാത്തൊരു കുട്ടി ഒരാളാരെങ്കിലും പറഞ്ഞു നേരത്തി നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ചായയൊക്കെ കൊണ്ടു തന്നതിന് ശേഷമാണ് ആ കുട്ടീനോട് ചോദിക്കണം, അല്ല സാറ് എന്തിനാ വന്നത് സാറേ? ഞാനിങ്ങനെ വിക്കി കൊണ്ടാണ് പറഞ്ഞു, അല്ല മോളെ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇങ്ങനെ 1-2 കാര്യമൊക്കെ, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാണോ സാറേ? ഞാൻ പറഞ്ഞു അതെ. ശരിയാണ് സാറേ. കുട്ടി ആക്സെപ്റ്റ് ചെയ്തു, അവൾ ഓപ്പണായിട്ടാണ് പറഞ്ഞു ശരിയാണ് സാർ. ഞാൻ വെച്ചു മോളെ നമുക്കൊന്ന് നിർത്തണ്ടേ? എന്തിനാ സാറേ? നമ്മൾ ഇതിൽ രക്ഷപ്പെടണ്ടേ? അതൊന്നും വേണമെന്നില്ല സാറേ. ഞാൻ ചോദിച്ചാൽ അതെന്താ? രക്ഷപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല സാർ, എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ ചോദിച്ചു മോളെ പോയത് പോയി, എനിക്ക് നേരെ വന്നാൽ 10-20 വയസ്സാവുന്നില്ലേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ജീവൻ അങ്ങോട്ട് കിടക്കില്ലേ, ജീവിതം കുറേ കിടക്കില്ലേ. നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഉണ്ട്. കഴിഞ്ഞതിനെ പറ്റിയും പോയതിനെ പറ്റിയും ചിന്തിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആകെ ഒരു മോളാണ് നീ അച്ഛനും അമ്മയ്ക്കുള്ളത്, ആകെ കൂടി ആണും പെണ്ണുമായിട്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ. ആ അമ്മയും അച്ഛനും ജീവിക്കുന്നതന്നെ നിനക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇതൊന്നും വേണ്ടാന്ന് വെച്ചൂടെ? വേണ്ടാന്ന് വെക്കണമെന്നൊക്കെ ഉണ്ട് സാറേ, പറ്റണില്ല. ഞാൻ പറഞ്ഞു ഞാൻ സഹായിച്ചാലോ? നോക്കാം സാറേ. എങ്ങനെയാണ് സാറേ എന്ന് ചോദിച്ചതിനോട്. ഞാൻ പറഞ്ഞു വിമുക്തി മിഷൻ്റെ കീഴിൽ ഇപ്പം ഡി അഡിക്ഷൻ സെൻ്ററൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് കൗൺസിലിങ്ങും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും ഒക്കെ കിട്ടും. ഇപ്പം ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്, പാലക്കാട് ജില്ല, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയാലോ?
ഞാൻ പോകാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ അമ്മ എന്നെ കാണാൻ വന്നതിനൊരൊറ്റ ആവശ്യം വെച്ച് കണ്ടാണ്. എന്താണെന്നറിയോ? എൻ്റെ കുട്ടീനെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം. അതായിരുന്നു അമ്മയുടെ ആവശ്യം. ഞാൻ ഈ കുട്ടിയോട് ഒരു 10-15 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഇത് സമ്മതിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ആ അമ്മ പറഞ്ഞൊരു കാര്യം നടത്തി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സന്തോഷത്തിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. ഞാനിത് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നിലമ്പൂർ മതി, പാലക്കാടേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ തിങ്കൾ വെള്ളി ശനിയാണ് ഒരു സൈക്കാട്രിസ്റ്റ് വരും, ഒരു ലേഡി ഡോക്ടറാണ് സൈക്കാട്രിസ്റ്റ്, ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. തിങ്കൾ വെള്ളി ശനി ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോണതൊരു വെള്ളിയാഴ്ചയാണ്. അപ്പം പിറ്റേന്ന് ശനിയാണല്ലോ, ശനിയാഴ്ച ഡോക്ടർ വരുന്ന ദിവസമാണ്. ഞാൻ അവളോട് പറഞ്ഞു മോളെ നാളെ നമ്മുടെ ഡോക്ടറുണ്ട്, അപ്പോൾ നാളെ തന്നെ പോയാലോ. സാറേ നാളെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് തിങ്കളാഴ്ച പോവാം. ഞാൻ പറഞ്ഞു ഓക്കെ. എടുത്ത വഴിക്ക് കുട്ടീനോട് പറഞ്ഞു സാറൊന്ന് വിളിച്ച് പറയുമോ. ഞാൻ പറഞ്ഞു വിളിച്ച് പറയാം. അപ്പോൾ അവളുടെ മുന്നിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പെരിന്തൽമണ്ണ അങ്ങനെ സ്ഥലത്തുനിന്ന് ഇന്ന പേരുള്ളൊരു കുട്ടി തിങ്കളാഴ്ച വരും, വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അവളുടെ മുന്നിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് ഒരു കൺസൾട്ടേഷൻ ഒന്നും കിട്ടില്ല. അത് ആര് പോയാലും എല്ലാവർക്കും അവിടെ ക്രമപ്രകാരം തന്നെ നടക്കുകയുള്ളൂ. പിന്നെ അവൾക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ചു. ഓക്കെ, അവളും ഹാപ്പി, ഞാനും ഹാപ്പി. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അന്ന് വൈകുന്നേരം. ഒരു 6-6:30 മണിക്കാണ് പോരുന്നേ. കാരണം ആ അമ്മ എന്നോട് പറഞ്ഞൊരു ആവശ്യം നടത്തി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ 2 ദിവസത്തേക്ക് ആ സന്തോഷം ഉണ്ടായുള്ളൂ, ഈ ശനി ഞായർ മാത്രം. തിങ്കളാഴ്ച രാവിലെ ഒരു 10 മണി ആയപ്പോഴേക്ക് ഈ അമ്മ വീണ്ടും വിളിച്ചു, സാറേ അവൾ വരുന്നില്ല സാറേ. ഒന്നുകൂടെ പറഞ്ഞു, സാറേ ഇന്നാൾ നിങ്ങൾ കണ്ടത് ശരിക്കുള്ള അവളെയല്ല സത്യത്തിൽ. അന്ന് അവൾ നല്ലപോലെ ആടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അവളെ കണ്ടിട്ടാണെങ്കിൽ സാറിന് ആളെ മനസ്സിലാവില്ല. സാർ ഒന്നും കൂടെ വരുമോ സാർ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു 3-4 ദിവസം അടുപ്പിച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഏറ്റതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ അവിടേറ്റും പോയി വരാൻ കുറഞ്ഞ സമയമൊന്നും പോരല്ലോ. പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്ത് പോയി വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോയി വരായിരുന്നു. അതും പറ്റില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു 3-4 ദിവസം കഴിയണം. ഞാൻ പിന്നെ പോയത് അടുത്ത ശനിയാഴ്ചയാണ്. 5 ദിവസം കഴിഞ്ഞിട്ട്. തിങ്കളാഴ്ചയാണല്ലോ ഈ വിളിക്കണേ, പിന്നെ ശനിയാഴ്ച പോണേ. അവിടെ കണ്ട് കയറി ചെല്ലുമ്പോൾ അന്നത്തെ പോലെ തന്നെ ഈ പെൺകുട്ടി കൊണ്ട് പുറത്തേക്കിട്ട് ഇറങ്ങി വന്നു. ഫസ്റ്റ് ഞാൻ ചെന്ന സമയത്തും അവളുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു, ഈ സമയത്തും ഒരു ചിരി ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊരു ഒരു അതിഥി സ്വീകരിക്കുന്ന ഒരു ആതിഥേയൻ്റെ ഒരു ചിരിയാണെങ്കിൽ ഇന്നുള്ളത് ഒരു ആക്കിയുള്ളൊരു ചിരിയാണ്. നമ്മളെന്തോ വേണ്ടാത്തടത്ത് കയറി ചെന്ന പോലെ ഒരു ആക്കിയൊരു ചിരി. അന്ന് നല്ല വൃത്തിക്ക് നല്ലൊരു കുട്ടിയായിരുന്നെങ്കിൽ ഇന്ന് ആളാകെ കുളിക്കുകയും ചെയ്യാതെ വൃത്തിയൊന്നുമില്ലാതെ വൃത്തിയിട്ട 1-2 ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ തോന്നിയ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാറി പറന്നൊരു ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് കയറി വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ സാറേ? ഞാൻ ചോദിച്ചു അതെന്തേ? അല്ല നിങ്ങളിനെ നന്നാക്കാൻ വന്നതല്ലേ? ഞാൻ ചോദിച്ചു നിന്നെ നന്നാക്കാൻ ഞാൻ വിചാരിച്ചാൽ നടക്കൊന്നുമില്ല, അത് നീ തന്നെ വിചാരിക്കണം. എന്നാൽ പിന്നെ സാറേ എനിക്ക് വിചാരിക്കാനൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി മോളെ? സാറേ അടുത്ത മാസം എനിക്ക് 18 വയസ്സ് തികയും. അപ്പോഴേക്ക് മനസ്സിലായത് കുട്ടിക്ക് 18 ആയിട്ടില്ല എന്ന്. +2 കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു 18 ആയി എന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത മാസം എനിക്ക് 18 തികയാ സാറേ, അത് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂടെ പോകും, പിന്നെ നിങ്ങൾക്ക് എന്തെന്നെ ചെയ്യാൻ പറ്റുക. ഞാൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ബന്ധങ്ങൾ അത് സൗഹൃദമാവട്ടെ പ്രണയമാവട്ടെ എന്തും ആവട്ടെ ഒക്കെ നല്ലത്, നമ്മൾ അതിനെപ്പറ്റി എതിരൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ സുഹൃത്ത് അവനായാലും അവളായാലും ഏത് തരക്കാരനാണ് ഏത് തരക്കാരിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ്. ഇന്ന് ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുമ്പോൾ നാളെ ഞാൻ എന്താകുമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. ഞാനിത് ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സാധനം പിടിച്ചു എന്ന് നമ്മുടെ കൂട്ടുകാരറിഞ്ഞാൽ പിന്നെ അവരുടെ മുന്നിൽ ഞാൻ ആര്? നമ്മുടെ ടീച്ചേഴ്സ് അറിഞ്ഞാൽ അവരുടെ മുന്നിൽ ഞാൻ ആര്? നമ്മുടെ നാട്ടുകാരറിഞ്ഞാൽ അവരുടെ മുന്നിൽ ഞാൻ ആര് എന്നൊരു ചിന്ത മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒന്നും കൂടെ ചിന്തിക്കുക, എൻ്റെ വീട്ടുകാരെന്താവുന്നുള്ളത്. ഒരു മകൻ്റെ കയ്യിൽ നിന്ന് മകളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ലഹരി വസ്തു പിടിച്ചെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ആത്മഹത്യക്ക് ഒരുങ്ങിയ കുടുംബങ്ങളെ എനിക്കറിയാം. നാട് വിട്ടു പോകേണ്ടി വന്ന കുടുംബങ്ങളെ എനിക്കറിയാം. കാരണം നാട്ടിൽ നിൽക്കാൻ വയ്യ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞൊരു അമ്മയും അച്ഛനും ഒരു അമ്മയും പെങ്ങളും ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സെല്ലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ അമ്മയാണ് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാനിങ്ങനെ എന്നെ ആളുടെ അമ്മയാണെന്ന് പറഞ്ഞു ഓഫീസർ ഇൻസ്പെക്ടറോട്. ഇൻസ്പെക്ടർ എടുത്ത വഴിക്ക് ചോദിച്ചു, നിങ്ങൾ കണ്ടോ സംസാരിച്ചോ? സംസാരിച്ചു സാറേ. സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇവർ ഇൻസ്പെക്ടറുടെ അടുത്ത് പോകുന്നത്. അമ്മ അവിടെ ചെന്ന് അമ്മേനോട് മോളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അമ്മേനോട് ഇൻസ്പെക്ടർ പറഞ്ഞു, അമ്മ ഇൻസ്പെക്ടറോട് ചോദിച്ചു, സാറേ ഞങ്ങൾ പോകുമ്പോൾ അവനെ കൂടി കൊണ്ടുപോയിക്കൂടെ സാറേ? ജാമ്യം കിട്ടൂലേ? സാറ് പറഞ്ഞു നിങ്ങൾ വക്കീലിനെ ഒന്നും കണ്ടില്ലേ? അല്ല വക്കീലാണ് പറഞ്ഞത് സാറിനെ കാണാൻ വേണ്ടിയിട്ട്. അത് അമ്മേ വക്കീലിനെ കണ്ടിട്ട് അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വക്കീലിനെ അറിയാൻ ജാമ്യം കിട്ടില്ല എന്നുള്ളത്. കുറഞ്ഞ അളവിലാണ്. അപ്പോൾ എടുത്ത വഴിക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളത് വക്കീലിന് അറിയാം. ചുരുങ്ങിയതൊരു 4 മാസമെങ്കിലും പിടിക്കും ജാമ്യം കിട്ടാനെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ പെട്ടെന്ന്
ഈ അമ്മയുടെ കൂടെയുള്ള ഈ പയ്യൻ്റെ ചേച്ചി, അതായത് അവരുടെ മകള് എടുത്ത വഴിക്ക് സാറിനോട് ദേഷ്യപ്പെട്ടു. സാറേ, ഞാൻ ഓനായിട്ട് സംസാരിച്ചാണല്ലോ, ഓൻ പറഞ്ഞത് ഓൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം കിട്ടിയിട്ടുള്ളതാണല്ലോ, നിങ്ങളിനി സാധനം കൂട്ടി വെച്ചിട്ട് ഓനെ ജയിലിടാനുള്ള പരിപാടിയാണോ? സാറിന് പിന്നെ കുറച്ചൊരു ക്ഷമ, ചിലപ്പോൾ സത്യം ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടും അതേപോലെ ചൂടായി പോയിരുന്നു. സാറ് കുറച്ച് ക്ഷമയോട് കൂടി തന്നെ പറഞ്ഞു, മോളെ അനിയനോടുള്ള സ്നേഹയ്ക്ക് മനസ്സിലാവും, കാരണം എനിക്ക് അനിയനൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറയുകയാണെങ്കിലും അതിനു മുമ്പ് നമ്മുടെ നിയമമൊക്കെ ഒന്ന് അറിയണം എന്നുള്ളത് നല്ലതാണ്. കാരണം അമ്മേനോട് പറഞ്ഞു, പിന്നെ മോളെ അമ്മേ, നിങ്ങളുടെ മകൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് സിന്തറ്റിക് ഡ്രഗ്സാണ്, രാസലഹരികളാണ്, കുറച്ച് മതി ജാമ്യം കിട്ടാതെ ഉള്ളിൽ കിടക്കാൻ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളുക മകളെന്നും പറഞ്ഞു. മകൾ അപ്പം തന്നെ ഒന്നും മിണ്ടാതിരുന്നു. അമ്മ എടുത്തു വയ്ക്ക് സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഇവിടെ കല്യാണമാണ് സാറേ, അടുത്ത മാസം 6-ാം തീയതി. അനിയൻ ഇങ്ങനെ ഒരാളാണെന്ന് അവളുടെ കെട്ടണ ആളുടെ വീട്ടുകാരറിഞ്ഞാൽ ഇനി ആ കല്യാണം നടക്കുമോ സാറേ? അത് മാത്രമല്ല സാറേ, ഇതിനൊരു അനിയത്തിയും കൂടി ഉണ്ട് സാറേ, ഇവന് കോളേജിൽ പഠിക്കുകയാണ്. ഏട്ടൻ ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞാൽ ഒക്കെ നാളെ എങ്ങനെയാണ് സാറേ കോളേജിൽ പോകാൻ പറ്റുക? ഞങ്ങളെങ്ങനെയാണ് സാറേ പുറത്തിറങ്ങി നടക്കുക? എല്ലാവരും കൂടി ചാവുക നല്ലതല്ലേ സാറേ എന്നും ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു അമ്മയും മകളെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പം ഒന്ന് ഓർമ്മിക്കുക, നാളെ ഞാൻ എന്താണ്, എൻ്റെ വീട്ടുകാരെന്താണെന്നുള്ളത്. കാരണം അനുഭവിക്കേണ്ടത് അവർ മാത്രമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, ആ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അറിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അടിക്കുകയും ചീത്ത പറയുമെന്ന് പറഞ്ഞ് ബാക്കി ഞാൻ അവിടെ വെച്ച് നിർത്തിയതാണ്, ബാക്കി പിന്നെ പറയാമെന്നും പറഞ്ഞിരുന്നു. ഞാൻ ഒന്നും കൂടെ ചോദിക്കുന്നു, ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത വളരെ അധികമാണ്. നമ്മൾ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അടിക്കുകയും ചീത്ത പറയും, പിന്നെ എന്തൊക്കെ ചെയ്യും? സത്യം ഇത് ചോദിക്കുന്നത് എന്തു ചെയ്യണമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. എന്തൊക്കെ ചെയ്യും? ഉപദേശിക്കും. അത് പിന്നെ നമ്മുടെ അടുത്ത് വേണ്ടിയ ഇഷ്ടം പോലെ ഉള്ളതാണ്, നമ്മുടെ മക്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, എന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. പിന്നെയോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുമോ? കുറച്ചുകൂടെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്ര, നിങ്ങൾ എന്ത് ചെയ്യുന്നു മാത്രം. കാര്യം സത്യം പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിലൊരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്തു ചെയ്യണോ അതാരും ചെയ്യുന്നില്ല, എന്തു ചെയ്യരുതോ അതെല്ലാവരും ചെയ്യുന്നുമുണ്ട്. ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാണ്. അത് ലോകാരോഗ്യ സംഘടന പോലും ഡിക്ലെയർ ചെയ്തിട്ടുള്ള അസുഖത്തിന് എന്താ വേണ്ടേ? ചികിത്സയാണ്. എങ്ങനെയാണ് കൊടുക്കണ്ടേ? സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിക്കൊണ്ട് നൽകേണ്ട ചികിത്സ. അതിന് പകരം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? 4 അടിയാണ് അല്ലേ? ഏത് ചികിത്സയ്ക്കാണ് നമ്മൾ അടിച്ചുകൊണ്ട് ചികിത്സിക്കാറുള്ളത്? എന്തിനാണ് നമ്മുടെ കുട്ടികളെ അടിച്ചിട്ട് കുട്ടികൾ നന്നായിട്ടുള്ളത് ഇക്കാലത്ത്? എന്ത് കാര്യത്തിലാണ്? ഇല്ല, നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വടി എൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ അടിക്കും, അമ്മ അടിക്കും, അടിക്കും എന്ന് പറയുന്നിടത്തോളം കാലേ പേടിയുള്ളൂ കുട്ടികൾക്ക്. അമ്മയുടെ അച്ഛൻ്റെ അടി കുട്ടികളുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പറയും ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ പറഞ്ഞ് കണ്ടേ കുട്ടികൾ നിങ്ങൾ എന്താ ചെയ്തോളി എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞോടത്തും കേൾക്കില്ല, പറഞ്ഞോടത്തും നിൽക്കില്ല നമ്മുടെ കുട്ടികൾ. അതാണ് കാലം. അപ്പോൾ പിന്നെ അടിയല്ല വേണ്ടത്. നമ്മളെങ്ങനെ നമ്മുടെ കുട്ടിയെ കണ്ടോ അതിനേക്കാളും കൂടുതൽ സ്നേഹത്തോടെ, അതിനേക്കാളും കൂടുതൽ ചേർത്ത് നിർത്തി, അതിനേക്കാളും കൂടുതൽ കരുതൽ നമ്മുടെ മകൾക്ക് നമ്മൾ കൊടുക്കുക വേണ്ടേ? അതാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. കാരണം ഇത് പുറത്തറിഞ്ഞാൽ മോശമല്ലേ? ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. എന്താ കാര്യം? 4 ആൾ അറിഞ്ഞാൽ മോശമാണ്, പുറത്തറിഞ്ഞാൽ എൻ്റെ കുട്ടിയെ പറ്റി ബാക്കിയുള്ളവർ എന്ത് കരുതും? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. തുടക്കത്തിലാണെങ്കിൽ ഒരു 4-5 കൗൺസിലിങ്ങിൽ തീരേണ്ട ഒരു അസുഖമാണ്, അത് നമ്മൾ ചെയ്യില്ല. പിന്നെയോ ഇങ്ങനെ കുറേ അടിയടിക്കും ചീത്ത പറയും. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തോടത്ത് നമ്മുടെ കുട്ടിയെത്തും, അവൻ തോന്നിയ മാതിരി നടക്കും. അവസാനം സൈലൻ്റ് അല്ലെങ്കിൽ വയലൻ്റ് ആവുന്ന അല്ലെങ്കിൽ സൈക്കിക് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ മക്കൾ. അപ്പോൾ വിളിക്കും എക്സൈസിലേക്കും പോലീസിലേക്കും, സാറേ രക്ഷിക്കണം സാറേ. സത്യം, എത്രയോ തവണ ഒരു സഹായവും ചെയ്യാനില്ലാതെ നിസ്സഹായരായിട്ട് ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട്. സംഭവം ശരിയാണ്. വിമുക്തി മിഷൻ ഉണ്ട്, ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ പൂട്ടിയിട്ട് സെല്ല് ഫെസിലിറ്റിയിൽ ജയിൽ പോലെ പൂട്ടിയിട്ടിട്ട് ചികിത്സ നൽകാനുള്ള സൗകര്യം അവിടെ ഇല്ല. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഫലവത്താവണമെങ്കിൽ ആദ്യം ഞാൻ തീരുമാനിക്കണം ഇതിന്ന് രക്ഷപ്പെടണമെന്നും, എങ്കിലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ അയാളെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. എത്ര വലിയ ഡോക്ടറാണെങ്കിലും സംഭവം പറയട്ടെ, ഈ 10-15 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ ചോദ്യങ്ങളും പറച്ചിലും ഒക്കെ നമ്മൾ ധൈര്യത്തോടെ ഫേസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് മാത്രം ഞാൻ തല താഴ്ത്താറുണ്ട്. അത് ചിലപ്പോൾ കുട്ടികളുടെ മുന്നിലാവാം, അച്ഛനെ നന്നാക്കണമെന്ന് പറഞ്ഞിട്ട് കരയുന്ന കുട്ടികളുടെ മുന്നിൽ, അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മുന്നിലാവാം എൻ്റെ കുട്ടീനെ നന്നാക്കി തരണമെന്ന്. കാരണം
ഞങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കാൻ വയ്യ ഇത്ര കാലത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കുട്ടീനെ നന്നാക്കി തരാമെന്ന്. അത് ഞാനെന്നല്ല, എത്ര വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിനാണെങ്കിൽ പോലും ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കുട്ടിയെ നന്നാക്കി തിരിച്ചു തരാമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞു തരാൻ പറ്റില്ല. നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ പറ്റൂ. എത്രയോ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നിങ്ങളുടെ കുട്ടിയെ പ്രാന്താശുപത്രി കൊണ്ടുപോയാക്കാം. വേറെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ലേ? അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകണം, അവിടെ നല്ല പൈസയാവും. ഗതികേടാണ് സത്യം. ഒരു നിവൃത്തിയില്ലാതെ പോരുമ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, ഭ്രാന്താശുപത്രിയിൽ സാർ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകണ്ട. സത്യമാണ്. ചില സമയത്ത് ഈ അമ്മമാരോട് ദേഷ്യം തോന്നലുണ്ട്. എപ്പോഴാണെന്നറിയോ? വിളിച്ചിങ്ങനെ കരച്ചിലാണ്, മോൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ കുട്ടികളെ എല്ലാത്തിൻ്റെ അവസാനം ഏതൊരു അമ്മയും അച്ഛനും ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, സാറങ്ങളിൻ്റെ കുട്ടീനെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മമാരോട്, നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഒരു മോൻ? അപ്പോഴും ആര് പറയുന്നൊരു കാര്യമുണ്ട്, സാറേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുട്ടിയല്ലാതെ ആവില്ലല്ലോ സാറേ. ഇഷ്ടം പോലെ ഫോൺ വിളികൾ വരാറുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ, കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ അകൽച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഘടകം എന്താണെന്ന് അറിയാം? അതിൻ്റെ കാരണം അതിൽ 100% അല്ലെങ്കിലും ഒരു 90% അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ഫോണാണ്. വീട്ടിലെത്തിയാൽ അച്ഛൻ അച്ഛൻ്റെ ഫോണ്, അമ്മ അമ്മയുടെ ഫോണിൽ, മക്കൾ മക്കളുടെ ഫോണിൽ. നമുക്ക് തമ്മിൽ സംസാരിക്കാനും കൂടി സമയമില്ല. കുറച്ച് കാലം കൂടി ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് മെസ്സേജ് അയക്കും, മേഡം ചോറ് റെഡിയാണ്, മേശപ്പുറത്തുണ്ട്, ബാ. ആ കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആയി തുടങ്ങിയിട്ടുണ്ട്, ആയില്ല എന്നും പറയാൻ പറ്റില്ല. ഒരിക്കലൊരു വാർത്ത വായിച്ചു, മധ്യപ്രദേശിൽ എവിടെയോ ഒരു ഗ്രാമത്തിൽ നാട്ടുകാരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഫോണും ടി വി ഒന്നും ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം നാട്ടുകാരെല്ലാവരും കൂടി. ഞാൻ വായിച്ചപ്പോഴേക്ക് ഭയങ്കര രസം തോന്നി. സത്യം പറയട്ടെ, ഞാൻ വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ തീരുമാനിച്ചു, ഇനി മുതൽ 2-3 ദിവസത്തേക്ക് അല്ല കുറച്ച് ദിവസത്തേക്ക് വേണ്ടാന്ന് വെച്ചാലോ എന്നൊക്കെ. ഒരു ദിവസം നടന്നു, അതും 10 മണി വരെ ആക്കാൻ പറ്റിയില്ല. 9:30 ആയപ്പോഴത്തേക്ക് സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മെസ്സേജ് അയക്കാണ്ട് പെട്ടെന്ന് അയക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ എടുക്കേണ്ടി വന്നു, നിവൃത്തിയില്ല. അപ്പോൾ ഗതികേടുണ്ട് അത്യാവശ്യമാണെങ്കിലും. പക്ഷേ അപ്പോഴും വില്ലൻ മൊബൈലാണെന്ന് നമുക്ക് സമ്മതിക്കാനും വയ്യ. കുട്ടികളുടെ ഇടയിലുള്ള മൊബൈൽ ഉപയോഗം, അതുപോലെ തന്നെ ഗെയിമാണെങ്കിലും, അതായത് സോഷ്യൽ മീഡിയ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും, ഇതൊക്കെ മയക്കുമരുന്നിൻ്റെ വിപണന കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഗെയിമുകൾ വഴി കുട്ടികളെ സ്വാധീനിച്ച് അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി മാറ്റുന്ന ആളുകൾ, ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി വിപണനം ചെയ്യുന്ന ആളുകൾ ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ തുറന്നിങ്ങനെ വെക്കാനേ പറ്റൂ. നിങ്ങളെ നന്നാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അത് അച്ഛനായാലും അമ്മയായാലും ടീച്ചറായാലും എക്സൈസ് ആയാലും പോലീസുകാരായാലും. കാരണം നന്നാവണ്ടേ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ വഴികൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കൈകളിലാണ് എന്ന് മറന്നു പോകാതിരിക്കുക. അതോടൊപ്പം തന്നെ ഒന്നും കൂടി പറയുന്നു, നിങ്ങൾ പറയാതെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയാനും പോകുന്നില്ല. നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഞങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയാൻ മടിക്കാതിരിക്കുക. അവർ ബാക്കിയുള്ളവരോട് പറഞ്ഞോളൂ എന്തായാലും. അത് നമ്മുടെ കൂട്ടുകാർ ഇന്നത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം അത് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്ന് അവനാണെങ്കിൽ നാളെ അത് നിങ്ങളാണെന്ന് മറന്നു പോകാതിരിക്കുക. നിങ്ങളിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടം പോലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ഇഷ്ടം പോലെ ഫോൺ വിളികളാണ്. മുമ്പൊക്കെ ഭാര്യമാർ മാത്രമാണ് വിളിക്കുക. ആര്? മദ്യപാനികളായിട്ടുള്ള ഭർത്താക്കന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാണ്ട് ഭാര്യമാർ മാത്രമായിരുന്നു മുമ്പ് വിളികൾ. ഇന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് അതിനേക്കാളും 10 ഇരട്ടി വിളികൾ വേറെയാണെന്ന് മാത്രം. ഭാര്യമാർ വിളിക്കുന്നത് എന്തിനാ? ഒറ്റ ആവശ്യമുള്ളൂ, സാറേ രക്ഷിക്കണം, സാറേ ഭർത്താക്കന്മാരിന്ന് രക്ഷിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10 ഇരട്ടി വിളികൾ വേറെയാണ്. ആരാ വിളിക്കണേ? അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി. എന്താണ് ആവശ്യം? ഒന്നേ ഉള്ളൂ, സാറേ രക്ഷിക്കണം സാറേ. അതുതന്നെയാണ് എല്ലാ കാലത്തും. ആരെയാ രക്ഷിക്കണ്ടേ? അതിന് മാത്രം ഇടക്കാലത്ത് മറുപടി വന്നിരുന്നത്, എൻ്റെ കുട്ടീനെ രക്ഷിക്കണം സാറേ. ആരുന്ന്? ലഹരി വസ്തുക്കളിൽ നിന്ന് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ് കരയുന്ന അമ്മമാരും അച്ഛന്മാരായിരുന്നു കുറച്ച് മുമ്പ്. ഇപ്പം അവിടെയും ഒരു മാറ്റം വന്നു. വിളികൾ ഇതൊക്കെ തന്നെയാണ്, അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി. ആവശ്യവും പഴയതാണ്, രക്ഷിക്കണം സാറേ. പക്ഷേ ആരെയാ രക്ഷിക്കണ്ടേ എന്നൊരു ചോദ്യത്തിന് മാത്രം മറുപടി മാറി, ഞങ്ങളെ രക്ഷിക്കണം സാറേ. ആരുന്നാ രക്ഷിക്കണ്ടേ? ഞങ്ങളുടെ മക്കളിൽ നിന്ന്. സ്വന്തം മക്കളിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് കരയുന്ന രക്ഷിതാക്കളുടെ നാടായിട്ട് നമ്മുടെ ഈ കൊച്ചുനാട് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പേടിയാണ്, ഇതൊന്നും എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, നമ്മുടെ സ്വന്തമാണ്, ബന്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒറ്റ മുന്നറിയിപ്പ് തന്നിട്ട് ഞാൻ നിർത്തുക. പഠിക്കലെത്തിയിട്ടുണ്ട്. അത് പടി കടന്നു വരാൻ അധിക സമയമൊന്നും വേണ്ട. എത്തിക്കഴിഞ്ഞിട്ട് കൈകാലിട്ട് അടിച്ച് കരയുന്നതിനേക്കാളും നല്ലത് എത്താതിരിക്കാൻ വേണ്ടത് ചെയ്യുക എന്നുള്ളത്.
അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത്. ലഹരിക്കെതിരെയുള്ള എന്ത് പ്രവർത്തനത്തിനും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള എനിക്കൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. ഇനി നിങ്ങൾ വിളിക്കുമ്പോൾ വിളിപ്പുറത്തെത്തും എന്നുള്ളൊരു മോഹന വാഗ്ദാനമൊന്നും ഞാൻ നൽകുന്നില്ല. സത്യം, ഇടയ്ക്ക് എത്താൻ പറ്റാറില്ല. ഉള്ളൂ പറഞ്ഞതിനെന്താ? കാരണം ഞാൻ പരപ്പനങ്ങാടിയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് 15 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയാണ്. 4.5 പോലീസ് സ്റ്റേഷൻ്റെ പരിധിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളാകെ 2 ഓഫീസായിട്ട് 20ഓളം പേരാണുള്ളത്. 5 കോടതിയിൽ പോകണം അധിക ദിവസവും മുമ്പെടുത്ത കേസുകൾ അറ്റൻഡ് ചെയ്യാൻ. ബാക്കി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന ആളുകൾ, പഞ്ചായത്ത് മീറ്റിംഗ്, സ്കൂൾ മീറ്റിംഗ്, ഇതിനൊക്കെ അതും പോകണം. എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ 2-3 ആളുണ്ടാവും. എവിടേക്കൊക്കെ എത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ് തരുന്നു, വന്നിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുമെന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണമെന്നുള്ളൊരു ചിന്ത വന്നാൽ ഉറപ്പിക്കാം, അവിടെ തുടങ്ങുകയാണ്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മേലെ കുത്തിയിറക്കാനുള്ള കത്തിക്ക് മൂർച്ച കൂട്ടാനെന്ന് മറന്നു പോകാതിരിക്കുക. കാരണം അത്തരം അനുഭവങ്ങളാണെന്ന് കണ്ണു തുറന്ന് കാണുക ചുറ്റുപാടും. ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച MGMനും എന്നെ ഇത്രയും നേരം നല്ല രീതിയിൽ കേട്ട് എന്നോട് സഹകരിച്ച നിങ്ങളോട് എല്ലാവരോടും എൻ്റെ സ്വന്തം പേരിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും വിമുക്തി മിഷൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഒരു സത്യം ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതലേ ഉള്ളൊരു മയക്കുമരുന്നാണല്ലോ കഞ്ചാവ്. ഈ കഞ്ചാവ് തിരിച്ചറിയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇതിൽ? ഞാൻ ചോദ്യം ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്ന് 2 ഇല കഞ്ചാവ് കിട്ടിയാൽ അത് കഞ്ചാവാണ്, അത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഈ കൂടെ? ആരുമില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടല്ലോ. സത്യത്തിൽ ചോദിക്കട്ടെ, ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. എങ്ങനെയാണെന്ന് അറിയണമെന്നുള്ളൊരു ചിന്ത ഇല്ല. കാരണം എന്താ? നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരിക്കലൊരു സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ വിളിച്ചിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് 2 ഇല കഞ്ചാവ് കിട്ടിയപ്പോൾ ആ ടീച്ചർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് കഞ്ചാവാണെന്ന്. ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, സാർ ഇവിടെ ഒരു പയ്യൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ? നോക്കിയപ്പോൾ കഞ്ചാവാണ്. അന്ന് ഞാൻ ഇവൻ്റെ അമ്മയോട് ഈ സാധനം കാട്ടിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു, ഇതെന്താണ്? ഇത് നിങ്ങളുടെ മകൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ഇതൊരു ലഹരി വസ്തുവാണ്, കഞ്ചാവാന്നൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മകൻ്റെ കയ്യിൽ കണ്ടുണ്ടോ? എടുത്ത വഴിക്ക് അമ്മ പറഞ്ഞു, ഇല്ലല്ലോ സാറേ. സ്വാഭാവികമാണ്, അമ്മമാർ കാണാനൊന്നും സാധ്യതയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഈ അമ്മയോട് മകൻ്റെ കളികളും വൈകുന്നേരം വരുന്നതൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു ഓർമ്മ വന്നു, അല്ല സാറേ ഞാനിങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, അതെന്നാ? അതിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ഈ പയ്യനോട് സംസാരിച്ചപ്പോൾ പയ്യൻ പറഞ്ഞത്, ഞാനൊരു തിങ്കളാഴ്ചയാണ് സ്കൂളിൽ ചെല്ലുന്നത് ടീച്ചർ വിളിച്ചിട്ട്. ഈ പയ്യൻ പറഞ്ഞത്, സാറേ എനിക്ക് ആദ്യമായിട്ട് ഇത് കിട്ടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം, ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ശനി ഞായറും സ്കൂൾ ലീവായതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ എന്നിപ്പോൾ ഇവിടേക്ക് വന്നത് ഇവിടെ ബാത്റൂമിൽ നിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് ടീച്ചർ പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയാണ് കുട്ടി എന്നോട് പറഞ്ഞത്. അമ്മ പറഞ്ഞു, ഒരു മാസം മുന്നേ ഇങ്ങനെ ഒരു സാധനം അവൻ്റെ ബാഗ് കണ്ടിരുന്നു. അപ്പോൾ അമ്മേനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം കണ്ടു നോക്കേ. നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം നമ്മുടെ കുട്ടിയുടെ കയ്യിൽ കാണുമ്പോൾ നമ്മൾ ചോദിക്കില്ലേ? എന്തായാലും സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ? ആ സാറേ ഞാൻ ചോദിച്ചതാണല്ലോ. ഞാൻ ചെന്നിട്ടോ, സാറേ എന്തോ ഒരു ചെടീൻ്റെ എന്തിൻ്റെയോ ഇലയോ വിത്തോ എന്തൊക്കെയാണെന്നാണോ എന്നോട് പറഞ്ഞതെന്ന്. സംഭവം ശരിയാണ്, കുട്ടി കള്ളത്തിനൊന്നും പറഞ്ഞിട്ടില്ല, ചെടിയുടെ ഇലയും വിത്തും ഒക്കെ തന്നെയാണ്. പക്ഷേ അമ്മ ചോദിച്ചില്ല എന്ത് ചെടിയാണ് എന്നുള്ളത്. കാരണം ചെടി കഞ്ചാവ് ചെടിയായിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും മുന്തിയ മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിലൂടെ പനീൻ്റെ ഗുളികയാണ്, വയറ്റുനോക്കിൻ്റെ മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ, എടാ എന്നാ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊടുക്കേണ്ട ഒരു ഗതികേട് വരിക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ഗതികേട് വരാണ്ടോ നമുക്ക്? ഇല്ല. അപ്പം പിന്നെ ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു വെക്കുന്നതൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടറിയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. ഞാൻ നേരത്തെ ഇത് വേണമെന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നു. സത്യം, ഇത് കൊണ്ടു നടന്ന് കാണിക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല. വരുന്ന വഴിക്ക് എന്നെ പിടിച്ചാൽ ഞാനുള്ളിലാണ്. സത്യം. അതുകൊണ്ടാണ് നമുക്കത് കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നാൽ പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? ഇതാണ് ചിന്ത. സത്യം പറയട്ടെ, തൊട്ടപ്പുറത്ത് അടുക്കളയിൽ നിന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരു മണം വന്നാൽ അപ്പം നമ്മൾ അങ്ങോട്ട് വിളിച്ചു നോക്കി, എന്താണടി അവിടെ ഉണ്ടാക്കണേ? അതങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരും കിട്ടി അപ്പം നമ്മൾ യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും, എന്താണ് അതിൻ്റെ റെസിപ്പി. ഇനി നമുക്കറിയാത്തൊരു ചോദ്യം നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ യാതൊരു സംശയമില്ല, പെട്ടെന്ന് എടുക്കുക മൊബൈലാണ്. പക്ഷേ ഇന്നേ വരെ തൊട്ടപ്പുറത്ത് അങ്ങാടിയിൽ നിന്ന് നമുക്ക് പരിചയമില്ലാത്തൊരു മയക്കുമരുന്ന് എക്സൈസുകാരോ പോലീസുകാരോ പിടിച്ചെടുത്തു, എന്നാൽ പിന്നെ അങ്ങനെ ഒരു സാധനം എങ്ങനെയാണ് കണ്ടാലും അറിയാമെന്നുള്ളതൊന്ന് വെറുതെ കണ്ടറിഞ്ഞൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ഒരു ചിന്ത നമുക്കാർക്കും വന്നിട്ടില്ല. എന്താ കാര്യം? എൻ്റെ ഒരു ആവശ്യമൊന്നുമില്ലല്ലോ.
അതൊക്കെ നോക്കി വെക്കുന്നതൊക്കെ നല്ലതാണ്. യൂട്യൂബിലും ഇതിലൊക്കെ കാണാം. അന്ന് ഞാനിതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ ഇന്നിപ്പോൾ രാവിലെ ടീച്ചർമാരുടെ ട്രെയിനിങ് കഴിഞ്ഞ് വരികയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഇന്ന് ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല സാർ ഇതൊക്കെ നോക്കണത് തെറ്റല്ലേ? നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് കണ്ടറിയാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് ഇപ്പം ഒരു പേര് പറഞ്ഞിട്ട് ആ പേരടിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിത് നോക്കിയിട്ട് ഞാനിത് ഇയാൾക്ക് അയച്ചു കൊടുക്കുകയാണ്, ഇത് ഇന്ന സാധനം കണ്ടു നോക്കുമെന്ന് പറയുമ്പോൾ അതൊരു പരസ്യപ്പെടുത്തലാണ്. അത് നിയമപ്രകാരം കുറ്റമാണ്. എനിക്കിത് കണ്ടറിയാൻ വേണ്ടിയിട്ട് ഇത് നോക്കിച്ചിട്ട് കുഴപ്പമൊന്നും വരാനില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് വെക്കുന്നതൊക്കെ നല്ലതാണ്. മൊബൈലൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതെങ്ങനെ ഉണ്ടാവുക, ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് പിടിച്ചു, എക്സസൈസുകാർ നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സാധനം പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് വെക്കുന്നതൊക്കെ നല്ലതാണ്. എന്നുവെച്ചാൽ മൊബൈലൊക്കെ എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. കൂടുതലായിട്ട് നമ്മൾ അതിനെപ്പറ്റി കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ കാലത്ത് ഒരു കാര്യമുണ്ട്, ആകെ 3-4 സാധനമേ ഉള്ളൂ. ഏത്? ഈ ഒന്നുകിൽ ഹാൻഡ്സ്, പാൻപരാഗ്, മദ്യം, മാക്സിമം പോയ കഞ്ചാവ് ഒന്നും നമ്മുടെ ചെറുപ്പകാലത്തേക്ക് കേട്ടിരുന്നില്ല, നമ്മുടെ നാട്ടിലേക്കൊന്നും എത്തിയിരുന്നില്ല. ഇപ്പം ഞാൻ തന്നെ 2010 എൻ്റെ ഒരു ഓർമ്മ ആദ്യമായിട്ട് കഞ്ചാവ് നമ്മുടെ എക്സൈസിൽ നമ്മൾ ഇവിടേക്കൊക്കെ പിടിച്ചെടുക്കുന്നത് സാധനം. നമ്മുടെ ഓഫീസുകളിലേക്കൊക്കെ ഇതിൻ്റെ കേസുകളൊക്കെ വരാൻ തുടങ്ങിയത് 2010 മുതലാണ്, കഞ്ചാവ് വരെ. അപ്പോൾ പിന്നെ നമ്മുടെ ചെറുപ്പകാലത്തേക്ക് അങ്ങോട്ട് ഒന്നും വളരെ ഉണ്ടായിരുന്നില്ല. കേട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കേൾക്കാന്നല്ലാതെ. അപ്പോൾ ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിൻ്റെ പേരുകൾ പറയാത്ത കുട്ടികളൊക്കെ ഉള്ള സ്റ്റേജിൽ പറയണ്ടല്ലോ വെച്ചിട്ടാണ്. അതിൽ കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ തന്നെ നമ്മൾ പൊതുവെ കുറച്ച് കെമിക്കൽസ് മാത്രം വെച്ചിട്ടുള്ള സാധനമാണ്. അത് ആർക്കും ഉണ്ടാക്കാം, പക്ഷേ നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടാണ്, ഇപ്പം അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നവരില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് രാസലഹരികൾ തന്നെയാണ്, കെമിക്കൽസ് വെച്ചിട്ടുണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ.